ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഡിഫറെൻറ്റ് വീഡിയോ എന്ന് പറഞ്ഞൊരു ഭയങ്കര ഡിഫറെൻറ്റ് വീഡിയോ ആണ് കേട്ടോ. ഇങ്ങനത്തെ മാർക്കറ്റ് അധികം ആൾക്കാർ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണോട്ടെ. ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് എങ്ങനെയുണ്ട് ഈ മാർക്കറ്റിൽ നിന്ന്. ഇത് ഞാൻ അധികം സ്ഥലങ്ങളിലൊന്നും കാണാത്തൊരു മാർക്കറ്റാണ്. ഇപ്പോൾ കേരളത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെ തമിഴ്നാട്ടിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഈ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബാംഗ്ലൂരാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ, നിങ്ങളൊന്ന് കാണട്ടെ വീഡിയോ. ഇത് കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് ഇത് കാണണം. ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു സൂപ്പർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മറക്കാണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എല്ലാവരും. ഈ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ ഇത് ബാംഗ്ലൂരത്തെ അവന്യൂ റോഡ് എന്ന് പറയും. അവന്യൂ റോഡ് എന്ന് പറഞ്ഞാൽ ഈ യൂസ്ഡ് ബുക്സിൻ്റെയൊക്കെ ഒരു മാർക്കറ്റാണിത്. യൂസ്ഡ് ബുക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ഹയർ എഡ്യൂക്കേഷൻ്റെ ബുക്സാണ് ഇവിടെ ഉള്ളത് കേട്ടോ. എൻജിനീയറിങ്, MBBS, MBA, മാസ്റ്റേഴ്സിൻ്റെ ഒക്കെ എല്ലാത്തിൻ്റെയും ബുക്സ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഒരു 50% ഡിസ്കൗണ്ടിൽ കിട്ടും. അങ്ങനത്തെ യൂസ്ഡ് ബുക്സിൻ്റെ മാർക്കറ്റാണ്. പുതിയ ബുക്കും കിട്ടും ഇവിടെ, കടകളുണ്ട് കേട്ടോ. പുതിയ ബുക്കിൻ്റെ കടകളും ഉണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇതിപ്പോൾ ഒരു സൺഡേ ആണ് കേട്ടോ ഈ വീഡിയോ ഞാൻ എടുത്തേക്കണത്. അത് കാരണം കുറേ കടകളൊക്കെ മുടക്കാണ്. എന്നാലും ഒരുമാതിരി ഒരു 50% കടയൊക്കെ ഓപ്പണാണ്. കണ്ടില്ലേ, ഫുട്പാത്തിലൊക്കെയാണ് വെച്ചേക്കണത്. എല്ലാം എന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി ബുക്കുകളാണ് കേട്ടോ. ഈ നിങ്ങൾക്ക് മെഡിസിൻ വേണമെങ്കിലും, MBBS, ഡെൻ്റൽ, പിന്നെ നമ്മുടെ IPS, IAS, പിന്നെ എൻജിനീയറിങ് എല്ലാ കോഴ്സുകൾക്കും എല്ലാത്തിനും പറ്റിയ ബുക്കുകൾ 50% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ബുക്കൊക്കെ നല്ല കണ്ടീഷനുള്ള പുതിയ ബുക്ക് പോലത്തെ ബുക്കുകളാണ്. എന്നുവെച്ചാൽ അധികം ആൾക്കാരധികം യൂസ് ചെയ്യാണ്ട് സ്റ്റുഡൻസൊക്കെ നന്നായിട്ട് കെയർ ചെയ്ത് വെച്ചിട്ടുള്ള ബുക്കുകളാണ്. അതുപോലെ നമ്മുടെ അടുത്തും ബുക്ക് അതേപോലെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കോഴ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ റിട്ടേൺ കൊടുത്താലും ഇവരെടുക്കും. അതും ബുക്കിൻ്റെ കണ്ടീഷൻ ക്വാളിറ്റി നോക്കിയിട്ട് അവരൊരു 50% വരെ അവർ നമുക്ക് കാശ് തരും. അത് സിലബസിലുള്ള ബുക്കുകളായിരിക്കും. ഇപ്പോൾ സിലബസിലുള്ള ബുക്കുകൾ മാത്രമേ അവർ എടുക്കുള്ളൂ. അങ്ങനത്തെ ഒരു ബുക്കിൻ്റെ ഒരു മാർക്കറ്റാണ് ഇത് കണ്ടത്. ഇത് ഫുട്പാത്തിലേക്കാണ് വെച്ചിട്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലത്തെ ഇഷ്ടംമാതിരി കടകളുണ്ട് കേട്ടോ ഈ ഏരിയയിൽ. ഇത് അവന്യൂ റോഡാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ബാംഗ്ലൂരത്തെ അവന്യൂ റോഡ്. മൈസൂർ സർക്കിൾ എന്ന് പറയില്ല, മൈസൂർ സർക്കിളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണുന്ന റോഡാണിത്. സ്ട്രെയിറ്റ് ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ KR മാർക്കറ്റിൻ്റെ അപ്പുറത്തെ സൈഡിലത്തെ റോഡിൽ പോയി ടച്ചാവും. നമ്മുടെ KR മാർക്കറ്റ് ബസ് സ്റ്റാൻഡൊക്കെ ഇല്ലേ, വിക്ടോറിയ ഹോസ്പിറ്റലൊക്കെ ഉള്ള ആ സൈഡിലേക്ക് പോയി ടച്ചാവും. ഇത് സ്ട്രെയിറ്റ് ഒരേ റോഡാണ്. ഈ റോഡിലെന്ന് പറഞ്ഞാൽ ഇഷ്ടംമാതിരി വേറെ ഇതിൻ്റെയും ഹോൾസെയിൽ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു ഏരിയയാണ് ഇത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പുറത്തുനിന്ന് ഒരു 1000 രൂപയുടെ ഒരു പുതിയ ബുക്ക് പഠിക്കണതിന് അത് ഇവിടുന്ന് അതേ ബുക്ക് തന്നെ യൂസ് ചെയ്ത ബുക്കായിരിക്കുന്നു മാത്രം, പക്ഷേ അത് 500 രൂപയ്ക്ക് നമുക്ക് മേടിക്കാൻ പറ്റും. അങ്ങനെ ഓരോ ബുക്കിനും അതിൻ്റെ റേറ്റിൻ്റെ 50% റേറ്റ് നമുക്ക് കിട്ടും. എന്നിട്ട് അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് സിലബസിലുള്ള ഉള്ള ബുക്കാണെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുത്താൽ നമുക്ക് ബുക്കിൻ്റെ കണ്ടീഷൻ നോക്കി ഒരു 50% വരെ നമുക്ക് പ്രൈസ് തിരിച്ചു വരും. അങ്ങനത്തെ കടകളാണ് കേട്ടോ ഇത്. ഇത് ഞാൻ അധികമൊന്നും കണ്ടിട്ടില്ല. കേരളത്തിലും തമിഴ്നാട്ടിലും അങ്ങനെയുള്ള സ്ഥലത്തൊന്നും കണ്ടിട്ടില്ല. ഇത് സൗത്ത് ഇന്ത്യയിൽ അപ്പോൾ ഇങ്ങനെ ഒരു കിട്ടുന്ന ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ആദ്യമായിട്ട് ബാംഗ്ലൂർ മാത്രമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്കും പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഞങ്ങൾ ഇവിടുന്ന് ബുക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതേപോലെ എല്ലാം നല്ല ക്വാളിറ്റി ബുക്കുകളാണ് കേട്ടോ. ഏത് കോഴ്സിന് വേണ്ട ഹയർ സ്റ്റഡീസിനുള്ള ബുക്കുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് മേടിക്കാം കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ പുതിയത് ബ്രാൻഡ് ന്യൂ തന്നെ വേണമെങ്കിൽ പറഞ്ഞാൽ ബ്രാൻഡ് ന്യൂ ബുക്ക് ഇവിടുന്ന് മേടിക്കാൻ കിട്ടും. അങ്ങനത്തെ പുസ്തകങ്ങളുണ്ട്. പിന്നെ ഇങ്ങനെ യൂസ്ഡ് ബുക്സിൻ്റെ ഇവിടെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം വരെയാണ്. ഇന്ന് സൺഡേ കാരണം കുറച്ച് കുറവാണ്, കുറച്ച് കടകളും കുറച്ചൊന്ന് തുറന്നിട്ടില്ല കേട്ടോ. ബാക്കി വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ. സാറ്റർഡേയും ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ വീക്ക് ഡേയ്സിൽ ഡെയിലി വരുന്ന പഠിക്കാൻ വരുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിലെ കുട്ടികളും ബാംഗ്ലൂർ നിറയെ വരുന്നുണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ അവർക്ക് ഇവിടുന്ന് കുറച്ച് അഫോർഡബിളായിട്ട് ബുക്സൊക്കെ പഠിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇത്. കണ്ടില്ലേ, എന്തിനൊക്കെയുള്ള ബുക്ക്, മെഡിക്കൽ, UPSC, ഡെൻ്റൽ, നഴ്സിംഗ്, എൻജിനീയറിങ്, മാനേജ്മെൻറ്റ്, BCom, BSc, അങ്ങനെ എല്ലാ നിങ്ങൾക്ക് ഏതൊക്കെ ഹയർ കോഴ്സുകളുണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും ബുക്ക് നിങ്ങൾക്ക് പകുതി വിലക്ക് 50% പ്രൈസിന് കിട്ടുന്ന കടകളാണിത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട്, നിങ്ങളുടെ എല്ലാവരും വീട്ടിലും പഠിക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 1000 രൂപ കൊടുത്തൊരു ബുക്ക് പുതിയത് പഠിക്കണതിന് അതേ ബുക്ക് അതേ കണ്ടീഷനിൽ നമുക്കൊരു 500 രൂപ കിട്ടിയാൽ അതല്ല ലാഭം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണിത്. അത് അവന്യൂ റോഡ് എന്ന് പറയും ബാംഗ്ലൂർ തൊട്ട്. ഇത് ഫേമസ് ഒരു സ്ഥലമാണ്. ആരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക്. അങ്ങനത്തെ ഒരു ഏരിയ ആണിത്. അങ്ങനത്തെ ഒരു 100 കണക്കിന് ബുക്ക് സ്റ്റാളുകളുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യുക ഇവിടെ. അതേമാതിരി നിങ്ങളുടെ മക്കളൊക്കെ ബാംഗ്ലൂർ പഠിക്കാൻ ഈ അഡ്രസ്സ് ഒന്ന് പറഞ്ഞു കൊടുത്താലേ അവർക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് നല്ല അഫോർഡബിൾ പ്രൈസിന് അവർക്ക് വേണ്ട എല്ലാ ബുക്കുകളും ഇപ്പോൾ നിങ്ങൾ ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് കോഴ്സാണ് പഠിക്കുന്നത് അതിൻ്റെ എല്ലാ ബുക്കുകളും ഒരു സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് കിട്ടും. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അല്ലാണ്ട് ഓരോ ബുക്കിനും ഓരോ സ്ഥലത്ത് പോയി അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര വർഷം പഴയതാണെങ്കിലും ശരി, ഇപ്പോഴത്തെ
ഇപ്പോൾ ഓൾറെഡി ഇപ്പോഴത്തെ റീസെൻ്റ്ലായിട്ട് നടക്കുന്ന നമ്മുടെ കോഴ്സിൻ്റെ ബുക്കുകളാണെങ്കിലും എല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ ബാംഗ്ലൂരിലുള്ള മലയാളീസ് ആണെങ്കിൽ അവർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഏരിയയാണ് അവന്യൂ റോഡ് എന്ന് പറഞ്ഞാൽ എല്ലാ അത്ര ഫേമസ് ഏരിയയാണിത്. അതുമാതിരി ഇപ്പോൾ നമ്മുടെ പുറത്തുനിന്ന് വന്ന് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഈ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അവന്യൂ റോഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ബുക്കാണ് വേണ്ടുന്ന 50% കിട്ടും എന്ന് പറയുകയാണെങ്കിൽ അവർക്കൊന്ന് അവരുടെ ഫ്രീ ടൈം ഇപ്പോൾ വീക്കെൻഡിലാണെങ്കിൽ സാറ്റർഡേ സൺഡേ ഒക്കെ വന്നാൽ സൺഡേ ഇവിടെ 6 മണി വരെയുണ്ട് എല്ലാ കടകളും തുറക്കും കേട്ടോ. എല്ലാം എന്ന് പറഞ്ഞാൽ ഒരു 70% കടകൾ സൺഡേ തുറക്കുന്നുണ്ട്, അത് 6 മണി വരെ ഉണ്ടാവും. ബാക്കി 100% എന്ന് പറയുകയാണെങ്കിൽ ബാക്കി വീക്ക് ഡേയ്സിലൊക്കെ ഉണ്ടാവുള്ളൂ. വർക്കിംഗ് ഡേയ്സിൽ എല്ലാ കടകളും തുറക്കും. സൺഡേ എന്ന് പറയുകയാണെങ്കിൽ ഒരു 70% കടകൾ ഓപ്പൺ ആണ് കേട്ടോ. അത് ഒരു 6 മണി വരെ, ഈവനിങ് 6 മണി വരെ എല്ലാ കടകളും തുറക്കും. അപ്പോൾ നിങ്ങൾക്ക് അതേമാതിരി സൺഡേ സാറ്റർഡേ ഒക്കെ നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ബുക്കൊക്കെ പർച്ചേസ് ചെയ്യാം. അതുപോലെ എല്ലാ ബുക്കും നിങ്ങൾക്ക് എന്ത് സാധനം വേണോ സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് പുതിയ തന്നെ പഠിക്കണമെന്നുണ്ടെങ്കിൽ പുതിയത് ബ്രാൻഡ് ന്യൂൻ്റെ ഷോപ്പുണ്ട് ഇവിടെ. അങ്ങനത്തെ ഒരു ഏരിയ ആണിത്. അപ്പോൾ മറക്കാണ്ട് നിങ്ങൾ ഒരിക്കലും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണിത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവർക്കും മക്കൾക്കും ആർക്കൊക്കെ ആണെങ്കിലും നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുമാതിരി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് കാണുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. നാട്ടിലത്തെ പിള്ളേർ കുട്ടികളാണെങ്കിലും അവർക്കും എപ്പോഴേലൊക്കെ ബാംഗ്ലൂർ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അഫോർഡബിളായിട്ട് ഒരു 50% നിങ്ങൾക്ക് നല്ല ബുക്കുകൾ കിട്ടുമെന്ന് പറയുകയാണെങ്കിൽ അതെല്ലാം നല്ലത്. നിങ്ങൾക്കത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളും അതുപോലെ നന്നായിട്ട് സൂക്ഷിച്ച് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അത് നിങ്ങൾ തിരിച്ചോളും. നിങ്ങൾക്കും ബുക്കിൻ്റെ ക്വാളിറ്റി കണ്ടീഷൻ നോക്കിയിട്ട് സിലബസിലുള്ള ബുക്കുകൾ പിന്നെ ഞാൻ പറയുന്നത് സിലബസിലുള്ള ബുക്കുകളായിരിക്കണം കേട്ടോ. അത് 50% വരെ നിങ്ങൾക്ക് അവർ പ്രൈസ് തന്ന് അവർ റിട്ടേൺ എടുക്കാനും അവർ തയ്യാറാണ്. അങ്ങനത്തെ കടകളാണ് ഇത് കേട്ടോ. അത് കാരണം നിങ്ങൾക്ക് ഈ റോഡിലൊന്നും ഒരു ഏറി കൂടി കഴിഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവർ നിങ്ങൾ ചിലവഴിച്ചാൽ മതി. നിങ്ങൾക്ക് ഏതൊക്കെ ബുക്കുകൾ വേണേൽ എല്ലാം നിങ്ങൾക്ക് മേടിക്കാം. അങ്ങനത്തെ ഒരു സൂപ്പർ സ്ഥലമാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുണ്ടല്ലോ നിങ്ങളുടെ സ്വന്തക്കാർക്കും പഠിക്കുന്ന കുട്ടികൾക്കും കേട്ടോ, നാട്ടിലാണെങ്കിലും ശരി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് എല്ലാവർക്കും നല്ല ഉപകാരപ്രദമാകട്ടെ. ഈ കട എന്ന് പറഞ്ഞൊരു അടിപൊളി കടയാണ് കേട്ടോ. ഈ കടയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുതിയതും പഴയതും നിങ്ങളൊക്കെ കൊടുക്കാണ്ടെങ്കിൽ ആ ബുക്കൊക്കെ അവരെടുക്കും. എന്നിട്ട് അതിൻ്റെ ആ ബുക്കിൻ്റെ കണ്ടീഷൻ നോക്കി അതിൻ്റെ പ്രൈസ് ഒരു 50% വരെ അവർ കൊടുക്കും. അത് ഞങ്ങൾ അവരോട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞേക്ക് ഞങ്ങളുടെ കടയിൽ കൊണ്ടുവരാൻ പറയാം. അവരുടെ കടയുടെ പേര് തേജാസ് ബുക്ക് എന്നാണ് കേട്ടോ, തേജാസ്. അപ്പോൾ ആ ബുക്കിൻ്റെ കട ഇതാണ്, അടിപൊളി കടയാണിത്. ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത ബുക്കുകളൊന്നുമില്ല. നിങ്ങൾക്ക് പുതിയത് വേണമെങ്കിൽ പുതിയത് അവരുടെ അടുത്തുണ്ട്. അതുമാതിരി നിങ്ങൾക്ക് ഇപ്പോൾ യൂസ്ഡ് ബുക്സ് ആണെങ്കിലും നല്ല കണ്ടീഷനുള്ള ബുക്ക് കേട്ടോ, അതും ഇവരുടെ അടുത്ത് കിട്ടും. അതുപോലെ നമ്മുടെ അടുത്തുള്ള ബുക്ക് യൂസ്ഡ് ബുക്കുകളുണ്ടെങ്കിൽ അതവർ റിട്ടേൺ അവർ മേടിക്കാനും റെഡിയാണ്. അപ്പോൾ ആ ബുക്കിൻ്റെ ക്വാളിറ്റി പിന്നെ ഇപ്പോഴത്തെ സിലബസിലുള്ളതാണെങ്കിൽ അവർ ആ ക്വാളിറ്റി നോക്കിയിട്ട് അതനുസരിച്ചുള്ള പ്രൈസ് നമ്മൾ കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു കടയാണിത്. ഇതൊരു വലിയൊരു കടയാണിത്. അപ്പോൾ ഈ കട നിങ്ങൾ മറക്കാണ്ടൊന്ന് വിസിറ്റ് ചെയ്തോ. ഈ കടയുടെ പേര് തേജാസ് ബുക്ക് സ്റ്റാൾ എന്നാണ് കേട്ടോ. ഞാൻ ഈ കടയുടെ നമ്പറും ഇതിൻ്റെ ലൊക്കേഷനൊക്കെ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താലും മതി, അവർ പറയും. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ബുക്ക് ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് എൻക്വയറി ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു സൗകര്യമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ കോഴ്സിനുള്ള ബുക്ക് ഞങ്ങളുടെ അടുത്തുണ്ട്. ഏത് സ്റ്റുഡൻസ് വന്നാലും ഞങ്ങളുടെ അടുത്ത് ബുക്ക് ഉണ്ട് കൊടുക്കാനായിട്ട്. അതുപോലെ ഒരു ദിവസം അവർ ആവശ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു ബുക്ക് ഇല്ലെങ്കിൽ ഒരു 2 ദിവസം ടൈമിൽ ഞങ്ങളത് എത്തിച്ചു കൊടുക്കുമെന്ന് അവർ പറഞ്ഞു. അത് വേണമെങ്കിൽ കൊറിയർ വേണമെങ്കിൽ ഞങ്ങൾ അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് നേരിട്ട് വന്ന് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ 50% വരെ യൂസ്ഡ് ബുക്സിന് ഓഫറാണ്. അതാണ് അടിപൊളി കണ്ടീഷനുള്ള ബുക്കാണ് കേട്ടോ. അത് വന്ന് ഇവിടെ നോക്കി നിങ്ങൾ മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഞാൻ പറയണോണ്ട്. അല്ലാണ്ട് യൂസ്ഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കീറിയതും അതിൻ്റെ ഇതൊന്നും ഇല്ലാത്തൊന്നുമല്ല, എല്ലാം ബ്രാൻഡ് ന്യൂ ബുക്ക് പോലെ ഉണ്ടാവും കേട്ടോ. അങ്ങനത്തെ ഒരു കടയാണിത്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഈ കടയൊന്ന് വിസിറ്റ് ഇവിടെ വരും കേട്ടോ. അവൻ്റെ റോഡിലൊരു തേജാസ് ബുക്ക് ഇത് അവർക്ക് വലിയ കടയാണ് അവരുടെ കേട്ടോ. ഈ കാണുന്ന ബിൽഡിങ് ഫുള്ള് അവരുടെ കടയാണ്, ഗ്രൗണ്ട് ഫ്ലോറ്. അപ്പോൾ ഒന്ന് മറക്കാണ്ട് വിസിറ്റ് ചെയ്യുക അവിടെ. നിങ്ങൾക്ക് എന്ത് ബുക്ക് ആണെങ്കിലും ഇവിടെ നിന്ന് കിട്ടുന്ന ഗ്യാരണ്ടിയാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ വിലയ്ക്ക് നിങ്ങൾക്ക് കണ്ടീഷനുള്ള ബുക്ക് കിട്ടും. അപ്പോൾ അങ്ങനത്തെ കടകളുടെ ഒരു ഏരിയ ആണിത് കേട്ടോ. അപ്പോൾ മറക്കാണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പഠിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് ഇതൊക്കെ ചെയ്യണം. ഞാൻ പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കാൻ പറയല്ല. ഇപ്പോഴത്തെ കാലത്ത് ഒരു ബുക്ക് മേടിക്കുക എന്ന് പറഞ്ഞാൽ എത്ര കാശാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഒരു പകുതി വിലയ്ക്ക് നല്ല കണ്ടീഷനുള്ള ഗ്യാരണ്ടിയുള്ള നല്ല ബുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കതെല്ലാം നല്ലത്. നമ്മൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ തിരിച്ചെടുക്കാനും റെഡിയാണ്. അങ്ങനത്തെ കടകളൊക്കെയാണ് കേട്ടത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. കൂടുതലായിട്ടൊന്നും ഞാൻ പറഞ്ഞെങ്കിലും ബോറടിപ്പിക്കണില്ല. അപ്പോൾ ഇത് കണ്ടു കഴിയുക, സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അതുമാതിരി ഹയർ സ്റ്റഡീസിന് പഠിക്കുന്ന കുട്ടികൾക്കും
നാളെ പഠിക്കാൻ വരാൻ പോകുന്ന കുട്ടികൾക്കും നാട്ടിലാണെങ്കിലും ശരി ഇവിടെയുള്ളവരാണെങ്കിലും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന കാരണമാണ് ഞാൻ പറയണത്. പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ഉപകാരപ്രദമായിട്ട് നാളത്തെ നാടിൻ്റെ ഒരു വാഗ്ദാനങ്ങളാണല്ലോ ഇപ്പോഴത്തെ പഠിക്കുന്ന കുട്ടികൾ. കണ്ടില്ലേ, നിറയെ പേര് വന്നിട്ട് പേടിക്കണ്ട കേട്ടോ. അപ്പോൾ ഞങ്ങളിതൊക്കെ രാവിലെയാണ് കടയൊക്കെ തുറക്കണ സമയത്താണ് പോയി ഈ വീഡിയോ ഒക്കെ എടുത്തത്. അത് കാരണം അത്ര ആൾക്കാർ സ്റ്റുഡൻസ് ഒന്നും വരാൻ തുടങ്ങിയിട്ടില്ല. ഇനി കുറച്ചും കൂടി കഴിയുമ്പോഴാണ് തിരക്ക് കൂടണ ഈ റോഡിൽ. അത് കാരണം നിങ്ങൾ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഇത് കേട്ടോ. ബാംഗ്ലൂരത്തെ അവന്യൂ റോഡ് അറിയുന്ന സ്ഥലമാണ്. മെയിൻ സിറ്റി സെൻറ്ററിലാണ് ഈ ഏരിയ ഇരിക്കുന്നത് കേട്ടോ. ചിക്പേട്ട് എന്നൊക്കെ പറഞ്ഞിട്ടില്ല നിങ്ങൾ. ചിക്പേട്ട് എന്ന് പറഞ്ഞാൽ ഹോൾസെയിലിൻ്റെ ഹെഡാണ്. സൗത്ത് ഇന്ത്യയിൽ വെച്ചിട്ട് നമുക്ക് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ തമിഴ്നാട്, കേരളം, ഹൈദരാബാദ്, കർണാടക, ഇതാണ് സൗത്ത് ഇന്ത്യ. ഈ സൗത്ത് ഇന്ത്യയിൽ വെച്ചിട്ട് ഏറ്റവും ഹോൾസെയിൽ കടകൾ ജാസ്തിയുള്ള ഒരു സ്ഥലമാണ് ഈ ചിക്പേട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ബോംബെയിലേക്കും ഡൽഹിയിലേക്കും ഒന്നും പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് അഫോർഡബിളായിട്ട് പെട്ടെന്ന് വന്ന് ഇപ്പോൾ രാവിലെ വന്ന് വൈകുന്നേരം തിരിച്ചു പോകാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് എത്തിച്ചു തരും. ഈ ബുക്ക് കടയൊന്നും നിങ്ങൾ ആശാ ബുക്ക് സെൻറ്റർ കേട്ടോ, ഇതൊന്ന് വിസിറ്റ് ചെയ്യണം. ഇവിടെയും നിങ്ങൾക്ക് ആവശ്യപ്പെട്ട എല്ലാ ബുക്കുകളും കൊടുക്കുന്നവർ കിട്ടുമെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സൗത്ത് ഇന്ത്യയിലെ ഒരു മെയിൻ ഒരു ഏരിയയാണ് ഈ ചിക്പേട്ട്. നിങ്ങൾക്ക് എന്ത് സാധനം, ബുക്ക് മാത്രമല്ല അതുപോലെ നിങ്ങൾക്ക് എന്ത് യൂസിനുള്ള സാധനങ്ങൾ ഇതിലൂടെ കിട്ടും. തുണി ആയിക്കോട്ടെ, ഇലക്ട്രോണിക് സാധനങ്ങളായിക്കോട്ടെ, ലെതർ ഐറ്റം ആയിക്കോട്ടെ, അങ്ങനത്തെ എല്ലാ സ്ഥലവും നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള സാധനങ്ങൾ. നിങ്ങൾക്കൊരു കടയുണ്ടെങ്കിൽ ആ കടയിൽ യൂസ് ചെയ്യാനോ നിങ്ങൾക്കൊരു പുതിയ കട തുടങ്ങണമെങ്കിൽ ബിസിനസ്സിന് അതിന് പറ്റിയ സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടൂട്ടെ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് ഈ ചിക്പേട്ട്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ നിർത്തണം കേട്ടോ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ, ബൈ.